മലയാളികൾക്ക് ട്രാജഡി സിനിമ കാണുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം കോമഡി സിനിമ കാണുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോമഡി ചെയ്യുന്ന കഥാപാത്രങ്ങളോടും താരങ്ങൾക്ക് എന്നും ഒരു പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് ഉള്ളത്. നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരുപാട് താരങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അത്തരത്തിൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് ഹരിശ്രീ അശോകൻ എന്ന് പറയുന്നത്. പഞ്ചാബി ഹൗസിലെയൊക്കെ രമണൻ എന്ന കഥാപാത്രത്തെയും പറക്കും തളികയിലെ സുന്ദരനെയും ഒക്കെ തന്നെ ഇന്നും ആരാധകർക്ക് ഏറെ പ്രിയമാണ്. ഒരിക്കലും എത്ര കണ്ടാലും മറക്കാത്ത സിനിമകൾ തന്നെയാണ് ഇതെന്ന് എപ്പോഴും പ്രേക്ഷകരും പറയാറുണ്ട്. വർഷങ്ങളായി അഭിനയ ജീവിതത്തിൽ സജീവമായ താരം ഒരുപാട് താരങ്ങളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും ഒക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ചില കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അല്പം ഗൗരവമുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ഹരിശ്രീ അശോകൻ കൈകാര്യം ചെയ്തു വരുന്നതും. അങ്ങനെ നമ്മളെ ചിരിപ്പിക്കുന്ന ഹരിശ്രീ അശോകൻ ജീവിതത്തിലും കുറച്ച് ഗൗരവക്കാരനാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇപ്പോഴിതാ തൻ്റെ വീടിനെതിരെ താൻ നൽകിയ കേസിനെക്കുറിച്ചും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ പ്രീതയെക്കുറിച്ചുമൊക്കെ തുറന്ന് എത്തിയിരിക്കുകയാണ് ഹരിശ്രീ അശോകൻ തന്നെ. എൻ്റെ വീടിൻ്റെ എതിരെ ഞാൻ തന്നെ കേസ് കൊടുത്തിരിക്കുകയാണ് എന്നാണ് ഹരിശ്രീ അശോകൻ പറയുന്നത്. ഒരുപക്ഷെ സ്വന്തം വീടിനെതിരെ കേസ് കൊടുക്കുന്ന ലോകത്തിലെ ഏക സിനിമാ നടൻ താനായിരിക്കുമെന്നും ഹരിശ്രീ അശോകൻ സൂചിപ്പിക്കുന്നു. സംഗതി സത്യമാണ്. കേസ് കോടതിയുടെ പരിഗണനയിലാണ് എന്നാണ് താരം വ്യക്തമാക്കുന്നത്. ഉള്ളതെല്ലാം നുള്ളിപ്പറക്കി ഉണ്ടാക്കിയ ഒരു വീടാണ്. താമസിക്കാൻ തുടങ്ങിയപ്പോഴേക്കും തറ പൊളിയാൻ തുടങ്ങി. ടൈലുകൾ ഒന്നുമില്ലാതെ ഇളകി. ഇപ്പോൾ വീടിനകത്ത് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. എങ്കിലും ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ട് പോരാട്ടം തുടരുകയാണ്. പഞ്ചാബി ഹൗസ് എന്ന് പേരിട്ടിരിക്കുന്ന വീട്ടിൽ ഹരിശ്രീ അശോകനോടൊപ്പം ഭാര്യ പ്രീതയും മകൻ അർജുൻ അശോകനും മരുമകൾ നിഖിതയും അതുപോലെ തന്നെ പേരക്കുട്ടിയുമാണുള്ളത്. മകൾ ശ്രീകുട്ടി ഭർത്താവിനും മകനുമൊപ്പം കുവൈറ്റിലാണ് താമസിക്കുന്നത്. സിനിമയിൽ കോമഡി ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ അശോകൻ ഗൗരവക്കാരനാണോ എന്ന് ചോദിച്ചാൽ അത് ആണ് എന്ന് തന്നെയായിരിക്കും എപ്പോഴും മറുപടി. അച്ഛനൊന്ന് ചിരിച്ചാൽ എന്താണെന്ന് മകൻ അർജുൻ കൂടെ ചോദിക്കാറുണ്ട്. ചിരിക്കാൻ ഇത്ര പിശുക്ക് കാണിക്കണോ എന്നാണ് അവൻ്റെ ചോദ്യം. എന്നിട്ട് ഞങ്ങളുടെ വിവാഹ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറയും, ആ കല്യാണ ഫോട്ടോയിൽ അച്ഛൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നതെന്നും അതുപോലെ ചിരിച്ചാൽ എന്താണെന്നും അവൻ ചോദിക്കും. അതിൻ്റെ ഒടുക്കത്തെ ചിരിയായിരുന്നടാ. അതോടെ ചിരി സോൾഡ് ഔട്ടായി. പിന്നെ അതുപോലെ ചിരിച്ചിട്ടേ ഇല്ല എന്ന് ഞാൻ മറുപടിയും പറയും. വെറുതെ തമാശ പറഞ്ഞതാണ് കേട്ടോ. പ്രീതയെ പങ്കാളിയായി കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം. വിവാഹത്തിന് ശേഷമാണ് എൻ്റെ ഭാഗ്യം തെളിഞ്ഞതെന്നാണ് വിശ്വസിക്കുന്നതെന്നും ഹരിശ്രീ അശോകൻ തുറന്നു പറയുന്നു. അതേസമയം കോമഡി കഥാപാത്രങ്ങളിൽ നിന്നുമൊക്കെ മാറി ഇപ്പോൾ കുറച്ച് ഗൗരവമുള്ള വേഷത്തിലേക്ക് കടന്നതിനെക്കുറിച്ചും ഹരിശ്രീ അശോകൻ തുറന്നു പറയുന്നുണ്ട്. മുൻപത്തെ പോലെ കോമഡി കഥാപാത്രങ്ങൾ ഇപ്പോൾ കിട്ടുന്നില്ല എന്നാണ് താരം വ്യക്തമാക്കുന്നത്. എന്ത് തന്നെയായാലും ഗൗരവമേറിയ കഥാപാത്രങ്ങളാണെങ്കിലും കോമഡി കഥാപാത്രങ്ങളാണെങ്കിലും ഹരിശ്രീ അശോകന്റെ അവതരണ ശൈലി കൊണ്ട് തന്നെ അതെന്നും മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ്. ഇന്നിപ്പോൾ മകൻ അർജുൻ അശോകും കൂടെ സിനിമയിലേക്ക് വന്നതോടുകൂടി അച്ഛൻ്റെയും മകൻ്റെയും ഒരുമിച്ചുള്ള പ്രകടനം കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്.